ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പഴയ സാരിയിൽ നിന്നും എങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള പെറ്റിക്കോട്ട് വയ്ക്കാം. ഒരു പഴയ സാരിയും ഒരു പെറ്റിക്കോട്ടും ഉണ്ടെങ്കിൽ, ഒരു സാമ്പിൾ പെറ്റിക്കോട്ടും ഉണ്ടെങ്കിൽ ഏതളവിൻ്റെ പെറ്റിക്കോട്ട് വേണമെങ്കിലും നമുക്ക് തയ്ക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സാമ്പിൾ പെറ്റിക്കോട്ട് ഉപയോഗിച്ച് ഇതിൻ്റെ അളവെടുക്കുന്ന രീതി നമുക്ക് കാണാം. ഈ പെറ്റിക്കോട്ടിന് രണ്ട് ഭാഗമാണ് ഉള്ളത്. ഇത് മുകൾ ഭാഗവും ഇത് താഴത്തെ ഭാഗവും. മുകൾ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഈ തയ്യലിൻ്റെ ഈ നൂലിൻ്റെ ഇവിടം വരെയുള്ളതാണ് താഴത്തെ മുകൾ ഭാഗം. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളതാണ് താഴത്തെ ഭാഗം. മുകൾ ഭാഗം നമുക്ക് എങ്ങനെ വെട്ടാമെന്ന് നോക്കാം. നമ്മൾ ഈ പെറ്റിക്കോട്ടിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ അളവാണ് ആദ്യം എടുക്കുന്നത്. നമുക്ക് കറക്റ്റ് അളവ് കിട്ടണമെങ്കിൽ ഇത് മറിച്ചിടണം, അല്ലെങ്കിൽ ഈ മടക്ക് ഭാഗം കൊണ്ട് നമുക്ക് കറക്റ്റ് അളവ് കിട്ടാൻ സാധിക്കാതെ വരും. പെറ്റിക്കോട്ടിൻ്റെ മുകൾ ഭാഗത്തെ അളവാണ് നമ്മൾക്ക് എടുക്കാൻ പോകുന്നത്. ആദ്യം വണ്ണം എടുക്കാം. വണ്ണം ഈ തയ്യൽ മുതൽ ഈ തയ്യൽ വരെയുള്ളതാണ്. അത് 11 ഇഞ്ച്. അത് ഞാനിവിടെ എഴുതിയിടാം. 11. ഇനി ഇറക്കം. മുകൾ ഭാഗത്തെ ഇറക്കം എന്ന് പറയുന്നത് ഈ മുകൾ ഭാഗം മുതൽ ഈ തയ്യൽ വരെയുള്ളതാണ്. അത് 6.25. ഇനി ഇതിനെ ഒന്നുകൂടി മടക്കിയിടുക. ഇനി ഇതിൻ്റെ കഴുത്ത് ഭാഗം ഈ വളവ് വരെയുള്ളത് 2.5 ഇഞ്ച്. ഇവിടുന്ന് വളവിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച്. 2. ഇതിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത് 4.5. കൈക്കുഴി. ഇതിൻ്റെ ബെൽറ്റിൻ്റെ വീതി 1.5 ഇഞ്ച്. ഇത് നമുക്ക് കൈക്കുഴി ഈ വളവ് വരെയുള്ളത് 3 ഇഞ്ച്. ഇവിടുന്ന് ഇങ്ങോട്ട് വണ്ണം 4 മടക്കി ഇതിൻ്റെ വണ്ണം എടുക്കുക. 5.5 വണ്ണം. ഇതിൻ്റെ 4.1 വണ്ണം 5.5. 11 ഇവിടെ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് 5.5. ഇതിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ അടിവണ്ണം 5.25. 5.41. ഇനി ഇത് വെട്ടുന്ന രീതി. തുണി എടുക്കാം. തുണിയിൽ എങ്ങനെ ഇതിൻ്റെ മുകൾ ഭാഗം എടുക്കാമെന്ന് കാണിക്കാം. ഇത് നമുക്ക് മുകൾ ഭാഗം കൂട്ടി തയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മടക്കിയിട്ട് ഇടുന്ന രീതിയാണിത്. ഒരു പുതിയ തുണിയിൽ എങ്ങനെ ഒരാൾക്ക് വെട്ടാമെന്ന് നമുക്ക് നോക്കാം.
ഇത് തയ്ക്കാതെ മടക്കി ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് മുകളിലോട്ട് തയ്യൽ തുമ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. എപ്പോഴും ശകലം 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുക. ഇങ്ങോട്ടും 1/2 ഇഞ്ച് മാറ്റി വരയ്ക്കുക. നമുക്ക് തയ്ക്കേണ്ട ഭാഗം ഇതാണ്. നമുക്ക് തയ്ക്കേണ്ട ഭാഗം ഇവിടെ ഞാൻ വരയ്ക്കാം. ആ നൂൽ വശം മടക്കി പിടിച്ചുകൊണ്ട് ആ ഭാഗം നമ്മളൊന്ന് വരച്ചു. ഇത് തയ്ക്കേണ്ട ഭാഗവും ഇത് വെട്ടേണ്ട ഭാഗവും. അതിന് നമുക്ക് 1 ഇഞ്ച് നമുക്ക് കൂട്ടിയെടുക്കാം. തയ്ക്കേണ്ട ഭാഗം കഴിഞ്ഞിട്ട് തയ്യൽ തുമ്പിന് വേണ്ടി 1 ഇഞ്ച് ഇവിടെ കൂട്ടിയെടുത്തു. ഇവിടെയും 1 ഇഞ്ച് കൂട്ടിയെടുത്തു. ഇനി ഇത് മാറ്റി ഇതിൻ്റെ ഇറക്കം 6.25 ഇറക്കം ഇത് ഞാൻ മാറ്റുന്നു. ഇവിടെ നമുക്ക് കൂട്ടി തയ്ക്കുന്നില്ലാത്തത് കൊണ്ട് ഇവിടെ നമുക്ക് ഒട്ടും കൂട്ടേണ്ട കാര്യമില്ല. അപ്പോൾ ഇറക്കം 6.25. ഈ തയ്ക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് കൂട്ടാം. അപ്പോൾ 6.25 കൂട്ടത്തിൽ 1/2 ഇഞ്ച് കൂട്ടി 7.25. അത് സ്കെയിൽ ഉപയോഗിച്ച് ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാം. വരച്ചു. ഇനി അതിന് നമുക്ക് കെട്ടാം. ഇനി ഇത് ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ ആവശ്യമായ തുണിയെടുത്തു. മുകൾ ഭാഗത്തിന് ആവശ്യമായ തുണിയെടുത്ത് നമ്മളതിന് മുകൾ ഭാഗം കൂട്ടിയടിക്കാതിരിക്കാൻ വേണ്ടി 2ആയിട്ട് മടക്കി. ഇപ്പം ഇവിടെ ഒരു തുമ്പ്, ഇവിടെ ഒരു തുമ്പ്, 2 1 2. ഇവിടെ നമ്മൾ കൂട്ടിയടിക്കേണ്ടാത്തതുകൊണ്ട് ഒരു തുമ്പ് മാത്രം. ഇനി ഇതിനെ 4ആയിട്ട് ഒന്നുകൂടി മടക്കി. ഇപ്പോൾ ഇവിടെ 1 2 3 4. ഇവിടെ നമുക്ക് വിടാത്ത വശം മുറിഞ്ഞിട്ടില്ലാത്ത ഭാഗമായതുകൊണ്ട് ഇവിടെ ഒരെണ്ണം. താഴെയും 1 2 3 4. ഇനി നമുക്കിതിനെ വെട്ടാം. അളവെടുക്കുന്നത് ഇവിടെ നാലായിട്ട് മടക്കിയപ്പോൾ 5.5 ഇഞ്ച്, 5.5. തയ്യൽ തുമ്പിന് വേണ്ടി 1 ഇഞ്ച് ഇറക്കം ആവശ്യമായത് 6.25. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1 ഇഞ്ച്. അപ്പോൾ 7.25 7.25 1 ഇഞ്ച്. ഇനി ഇറക്കം 6.25 തയ്യൽ തുമ്പിന് വേണ്ടി 1/2 ഇഞ്ച്. അപ്പോൾ 7.25. കഴുത്തിൻ്റെ അകലം
1.25. കഴുത്തിൻ്റെ താഴ്ച 3 ഇഞ്ച്. ഇത് നമുക്ക് കൂട്ടി യോജിപ്പിച്ചു. കഴുത്ത്, ഈ ബെൽറ്റ് വീതി 1.5 ഇഞ്ച് ബെൽറ്റ് വീതി. നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ 1.5 ഇഞ്ച്. തയ്യൽ തുമ്പും കൂടെ കൂട്ടിയപ്പോൾ 2.25. കൈക്കുഴി നമ്മൾ ഈ വളവ് വരെ എടുത്തു. ഈ വളവ് വരെ 2.5. ഈ വളവ് വരെ 2.5. അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള ഭാഗം വണ്ണം. ഇതാണ് വണ്ണം. ഇനി ഇതിന് നമുക്ക് കൈക്കുഴി, കഴുത്ത്, ഇറക്കം, നമുക്ക് ആവശ്യമായ വണ്ണം, തയ്യൽ തുമ്പിന് വേണ്ടിയുള്ള തുമ്പ്. ഇനി ഇത് വെട്ടുക. ഇനി ഇത് നമുക്ക് വിടർത്തിയിടുക. ഇപ്പം നമുക്ക് പെറ്റിക്കോട്ടിൻ്റെ ഏകദേശ രൂപം മനസ്സിലായില്ല. വണ്ണം, ഇറക്കം, കഴുത്ത്, ഈ തുമ്പ് നമുക്ക് കൂട്ടിയടിക്കണ്ട. കൈക്കുഴി. ഇനി നമുക്ക് താഴത്തെ ഭാഗം നോക്കാം. എപ്പോഴും ഇതിൻ്റെ ഈ വണ്ണത്തിൻ്റെ ഇരട്ടി വണ്ണമായിരിക്കണം നമ്മൾ താഴത്തെ പാവാടയുടെ വണ്ണം. ഇത് നമ്മൾ മടക്കി ഇട്ടുകൊണ്ട് പതിമൂന്ന് ഇഞ്ച് വണ്ണം. ഇത് മടക്കി 26 ഇഞ്ച് വണ്ണം എടുക്കണം. ഒന്ന്, രണ്ട്, ഇത് മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 26 ഇഞ്ച് വണ്ണം വേണം. കൂടിയാലും കുഴപ്പമില്ല, സ്വല്പം കുറഞ്ഞാലും കുഴപ്പമില്ല. ഇത് 26-ന് 25.5 വണ്ണമുണ്ട്. ഈ 25 വണ്ണം മതി. ഇനി ഇറക്കം. ഈ തയ്യൽ മുതൽ ഇവിടം വരെയുള്ളതാണ് ഇറക്കം. 12.5 ഇഞ്ച് ഇറക്കമുണ്ട്. ഇവിടുന്ന് ഇവിടം വരെ 12.5 ഇഞ്ച് ഇറക്കം. അപ്പം നമ്മളിതിന് ഇവിടെ തയ്ക്കാൻ വേണ്ടി 1/2 ഇഞ്ച് ഇറക്കവും, ഇവിടെ മടക്കി തയ്ക്കണമെങ്കിൽ 1 മടക്ക്, പിന്നീട് 1 മടക്കും കൂടി. അപ്പോൾ 2 മടക്കിനും കൂടി 1 ഇഞ്ച്. ഈ 1 ഇഞ്ച് ഇവിടുത്തെ അരയും കൂടെ കൂട്ടി 1.5 ഇഞ്ച്. നമ്മുടെ ഈ തുണിക്ക് ഇവിടെ ബോർഡർ ആയതുകൊണ്ട് ഇത് മടക്കി തയ്ക്കണ്ട. അപ്പം ഈ 1/2 ഇഞ്ച് കൂട്ടിയെടുത്താൽ മതി. 1/2 ഇഞ്ച് 12.5 അരവിടെ കൂട്ടി 13. ഇത് ഞാൻ ഒന്നുകൂടി മടക്കുവാണ് വെട്ടാനുള്ള സൗകര്യത്തിന്. 13 ഇഞ്ച് ഇറക്കും, 26 ഇഞ്ച് വണ്ണവും വേണ്ടിയത്. പതിമൂന്ന് ഇഞ്ച് ഇറക്കാം. 13.
ഇതിനെ നമുക്കൊന്ന് യോജിപ്പിക്കാം, വളഞ്ഞു പോകാതിരിക്കുക. ഇനി ഇതിനെ മുറിച്ചെടുക്കാം. അതിന് മുമ്പ് ഇവിടെ എല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം. കറക്റ്റാണ്. മുറിക്കുക. നമുക്കിതിനെ മുറിച്ചെടുക്കാം. ഇത് ബോർഡർ കിട്ടാൻ വേണ്ടിയിട്ട് 2 തുമ്പും കൂടി മടക്കിയിട്ട് എടുത്തുകൊണ്ട് 2 കഷ്ണമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 2 കഷ്ണം കൂടി നമുക്ക് തയ്ക്കാൻ യോജിപ്പിക്കണം. ഇനി ഇതിനെ കൂട്ടി യോജിപ്പിച്ച് പ്ലേറ്റ് ഇട്ട് ഇതിനെ യോജിപ്പിക്കണം. ചെയ്ത രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് തയ്ക്കുന്ന രീതി നോക്കാം.